പുള്ളിക്കാരി എടുത്തിരുന്ന് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. ഉടനെ ദിയാൻ്റെ അടുത്ത് ഒന്ന് പറയുന്നതാണ്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നട്ടെ, നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന്, അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സാധനം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ചെവി വെച്ചുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഒരിക്കലും, അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജനാണ്. ഇവള് പറയുന്നുണ്ട് എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ടെവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകണേ, അവളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടനില് സജന ഫിറോസ് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ചോദിച്ചാൽ ചില ആൾക്കാർക്ക് സംശയം തോന്നും, ദൈവം എങ്ങനെ ഗർഭം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ചെറിയൊരു തെറ്റില്ലാത്തൊരു ദൈവം, 2-3 ഗർഭങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു സാധാരണപ്പെട്ട ഒരു ദൈവമാണ് റസൂൽ പൂക്കുറ്റി. എന്തായാലും ആ ഒരു ഇന്റർവ്യൂവില് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ MDMA കുറിച്ചിട്ടും അതും മറ്റതും മറിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സജിന ഫിറോസിനെ കുറിച്ചിട്ട് വീണ്ടും ഞെട്ടിക്കുന്ന വോയിസുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വോയിസിന്റെ കുറച്ച് ഭാഗം നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം. ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ ഇപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് അതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കേണ്ടത്, നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക, ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്തായാലും MDMA ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ദിയാസനെ കുറിച്ചിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ ദൈവമാണ് റസൂൽ പൂക്കുറ്റി, ഞാനൊരു സെക്സ് റാക്കറ്റിൽ പെട്ടതായിരുന്നു, അതിലാണ് എന്നെ വന്ന് രക്ഷിക്കാൻ, എന്റെ ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചത് ഈ ഒരു റസൂൽ പൂക്കുറ്റിയാണ് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസിൽ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിയാസനയോട് പെരുമാറിയതുപോലെയും സജിന ഫിറോസിനോടും പെരുമാറിയിട്ടുണ്ട്. അതായത് ഒരേ സമയം 2 കാമുകന്മാര്, ഒരു സമയത്ത് ഫിറോസും ഒരു സമയത്ത് ഈ ഒരു റസൂൽ പൂക്കുറ്റിയും, അങ്ങനെ മാറി റസൂൽ പൂക്കുറ്റി ഉറങ്ങുന്ന സമയത്ത് ഫിറോസിനെ വിളിക്കും, ഫിറോസിനെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ പൂക്കുറ്റി വിളിക്കും. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു പ്രേമരോഗി തന്നെയാണ് സജിന. വിചാരിച്ചിരുന്ന ഒരു കാര്യം, എന്നെ മാത്രമാണ് റസൂൽ പൂക്കുറ്റി സ്നേഹിച്ചത്, വേറെ ആൾക്കാർ ആരെയും സ്നേഹിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ റസൂൽ പൂക്കുറ്റി ഇങ്ങനെ സ്നേഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിനക്ക് അയക്കുന്ന പോലത്തെ മെസ്സേജുകൾ, അശ്ലീല മെസ്സേജുകൾ നമ്മൾക്കും അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇല്ല, അത് എന്നോടുള്ള സ്നേഹമാണ്, എന്നെ കണ്ടിട്ട് ഇഷ്ടം മൂത്ത് വന്നപ്പോ ഉള്ളൊരു ഇഷ്ടമാണ് എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് സജിന അതിനെ തട്ടിമാറ്റുകയുണ്ടായി. കാരണം സജിനയുടെ മനസ്സിനകത്ത് ആളൊരു ദൈവമാണല്ലോ, എന്നെയാണല്ലോ ഇഷ്ടപ്പെട്ടത്, വേറെ ആരും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു ബോധമാണ് സജിനയുടെ മനസ്സിനകത്ത്. ഒന്ന് ആലോചിച്ച് നോക്കെ, ആ ഒരു റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ അങ്ങനെ എന്തോ ഒരു അസുഖമാണ്. ആ ഒരു വ്യക്തി ഇതൊക്കെ അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കെ. ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ
അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. ഇക്കാ എന്താണ് എന്തിന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാ സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവര്. സത്യം പറഞ്ഞാല് ഈ ഒരു വോയിസിൽ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. MDMA ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ദിയാസനെ കുറിച്ചിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ ദൈവമാണ് റസൂൽ പൂക്കുട്ടി, ഞാനൊരു സെക്സ് റാക്കറ്റിൽ പെട്ടതായിരുന്നു, അതിലാണ് എന്നെ വന്ന് രക്ഷിക്കാൻ എന്റെ ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചത് ഈ ഒരു റസൂൽ പൂക്കുട്ടിയാണ് എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള സ്ത്രീകൾ ഇങ്ങനെ ഉരുമ്പെട്ട് ഇറങ്ങിയാല് ചില കുടുംബങ്ങളെ തകർക്കാനേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളെ വെച്ചുകൊണ്ട് നിന്നിട്ടാണ് ഇവർ ഈ ഒരു പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാല് ഒരു സീരിയൽ അഭിനയിക്കുന്നതിനെക്കാട്ടിൽ ഇവർ ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, തകർത്ത് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്കൊരു അവാർഡ് കൊടുക്കേണ്ട, ഓസ്കാർ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണം. അത്രമാത്രം അഭിനയമാണ് സീരിയലിനെക്കാട്ടിൽ ഇവര് അവരുടെ ജീവിതത്തിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷും ഞാൻ. ഒരേ സമയം 2 കാമുകന്മാര്, ഒരു സമയത്ത് റോസും ഒരു സമയത്ത് ഒരു റസൂൽ പൂക്കുറ്റിയും, അങ്ങനെ മാറി മാറി. റസൂൽ പൂക്കുറ്റി ഉറങ്ങുന്ന സമയത്ത് ഫിറോസിനെ വിളിക്കും, ഫിറോസിനെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ പൂക്കുറ്റി വിളിക്കും. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു പ്രേമരോഗി തന്നെയാണ് ഒരു സജന. സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത് ഞാൻ അവിടെ. എന്തായാലും കുറച്ച് നാൾക്ക് മുന്നേ ഫിറോസ് ഒരു വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് എന്നൊക്കെ ഉള്ള രീതി പുറത്തു വിട്ടത്. കാരണം അല്ലല്ലോ, അപ്പൊ പിന്നെ കൃത്യമായിട്ടുള്ള വോയിസ് ആണല്ലോ. അത് എന്തായാലും സമ്മതിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു MDMA എന്നൊക്കെ പറയുന്നതേ ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻ ആണ്. ഈ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അതിരിക്കുന്നത് എന്തായാലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് പുറത്തേക്ക് വാ. അല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ വോയിസ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും ഇത് വോയിസ് അല്ലേ, ആളെ കാണാതിരിക്കുന്ന വോയിസ് ആണല്ലോ, സത്യമാണോ കള്ളമാണോ എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ കുറച്ച് തെളിവുകൾ, അതായത് ഇത് ഇങ്ങനെ ആണ്, ഇന്ന സംഭവങ്ങളാണ് എന്നുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ കാണുന്നത്. ഇതിപ്പം ബാക്കി സജന നൂറ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കറക്റ്റാണ്. ഫിറോസിനെ കുറിച്ചിട്ടുള്ള കാര്യം, ഫിറോസ് ഒരു വോയിസ് ഇട്ടിരുന്നതും ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വരാണ്ടിരിക്കാൻ ഇതിലെന്താണ് സത്യം എന്നുള്ള ഒരു പ്രൂഫ്, എന്തായാലും അങ്ങനെയുള്ളൊരു പ്രൂഫ് ഇട്ടാൽ അത്രയും നന്നായിരിക്കും. വലിയൊരു അലിഗേഷനാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താകുമെന്നൊന്നും അറിയത്തില്ല, ഇതുവരെയും വന്നിട്ടില്ല. തെളിവ് സഹിതം ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് തെളിവാണ്, അത് അങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ഒരു ഇക്കണ്ട ജനങ്ങൾക്ക് മൊത്തം അറിയാം. കാരണം സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ ഇന്റർവ്യൂസിന് വന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. അത് തല്ലുകൂടുന്നതുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. സ്വന്തം കാര്യം പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്.